ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് 5:36 വായിക്കാം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്തൊരാശ്വാസം! വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്, ഭയന്ന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ വയ്യാതെ നിൽക്കുകയാണ്. കഴിഞ്ഞ 12 കൊല്ലം സന്തോഷത്തിൻ്റെ കാലമായിരുന്നു. ആ കുടുംബം ആനന്ദത്തിൻ്റെ സതിരിൽ ആഹ്ലാദിക്കുന്ന കാലമായിരുന്നു. സാധാരണപ്പെട്ട ഒരു വീടല്ല, പള്ളിപ്രമാണിയുടെ വീടാണ്. പള്ളിപ്രമാണി, അന്ന് യെരൂശലേം ദേവാലയത്തിൽ പള്ളിപ്രമാണിമാർ പലതരത്തിലുള്ളവരുണ്ടായിരുന്നു. യെരൂശലേം ദേവാലയത്തിലെ പള്ളിപ്രമാണിമാരിൽ മുമ്പന്മാർ, സന്നിധി സംഘത്തിലുള്ളവർ, അവർ സ്പെഷ്യൽ ക്ലാസ്സാണ്. അവരൊരു പ്രത്യേക വിഭാഗമാണ്. സന്നിധി സംഘം അത് നിയമപരിപാലന സംഘമാണ്. യഹൂദ ജാതിയെ മുഴുവൻ ഭരിക്കുന്ന ഒരു വലിയ ഭരണ സ്ഥിരാകേന്ദ്രമാണ് സന്നിധി സംഘം. അവർ പള്ളിപ്രമാണിമാരാണ്. അവരിൽ തന്നെ ചിലർ പരീശന്മാരാണ്. പരീശന്മാരെന്ന് പറഞ്ഞാൽ അവർ വളരെ നിഷ്ഠയുള്ള യഹൂദന്മാരാണ്. നിഷ്ഠയുള്ളവർ. മതതീഷ്ണത എന്ന് പറഞ്ഞാൽ അവരുടെ തീഷ്ണതയ്ക്ക് അതിര് കൽപ്പിക്കാൻ വയ്യ. ചെറിയൊരു കാര്യത്തിന് പോലും അവർ നിഷ്ഠയോട് നിൽക്കും. ശാബത്ത് എന്നൊക്കെ പറയുന്നവർക്ക് വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. ശാബത്ത് ദിവസം ഒരു കരിയിലെടുത്ത് അനക്കി വയ്ക്കുകയില്ല. മുറ്റത്തൊരു കരിയിൽ കിടന്നാൽ എടുത്ത് മാറ്റുകയില്ല, കാരണം ജോലി ചെയ്യാൻ പാടില്ല. അക്ഷരാർത്ഥത്തിൽ ശാബത്തിനെ പ്രമാണിച്ചവരാണ് പരീശന്മാർ. പഞ്ചഗ്രന്ഥങ്ങളിലുള്ള വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ 5 പുസ്തകങ്ങളിലുള്ള പ്രമാണങ്ങളെല്ലാം അച്ചട്ടായി പാലിക്കുന്നവരാണ് പരീശന്മാർ. മോശയിൽ കൂടി കിട്ടിയ പ്രമാണങ്ങൾ 10 കൽപ്പനകൾ മാത്രമല്ല, പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും മറ്റും കാണുന്ന പ്രമാണങ്ങളെല്ലാം മുഴുവനായി പാലിക്കുന്നവരാണ് പരീശന്മാർ. എന്നാൽ ഈ കൂട്ടർ യഹൂദ പള്ളിപ്രമാണിമാരിൽ വേറൊരു കൂട്ടർ പരീശന്മാർക്ക് എതിരാണ്. അവർക്ക് വിശ്വാസത്തിൽ പരീശന്മാരുടെ വിശ്വാസമല്ല, അല്പം വ്യത്യസ്തമായ വിശ്വാസമുണ്ട്. അവർ സദൂക്യരാണ്. സദൂക്യരെന്ന് പറയുന്നവർ, അവർക്ക് അല്പം രാഷ്ട്രീയ ചായ്വുണ്ട്. അവർക്ക് വേദപുസ്തക പ്രമാണങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളാണ്. അവർക്ക് ചില തത്വചിന്തകളെല്ലാം ഉണ്ട്. സദൂക്യരും പരീശന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണ്ട് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദർശപരമായ ചില ഐക്യത കുറവുകളുണ്ട്. പിന്നെ വിഭാഗമുണ്ട് എരിവുകാരെന്ന് പറയുന്നൊരു കൂട്ടർ. എരിവുകാർ, സീലറ്റ്സ് എന്ന് പറയും. എരിവുകാർ. അതും ഇതുപോലെ മതതീഷ്ണതയുള്ളവരാണ്. മതതീഷ്ണത. അവർ യഹൂദജാതി റോമൻ കൈസറുടെ ഭരണത്തിൽപ്പെട്ട് അമരുന്നത് കണ്ട് വളരെ കനത്ത അമർഷത്തോടെ ജീവിക്കുന്നവരാണ്. അന്യ ശക്തി, വിദേശശക്തി യഹൂദന്മാരെ അടിച്ചമർത്തി ഭരിക്കുന്നതിൽ അരിശം കൊള്ളുന്നവരാണ് അവർ. എരിവുകാർ, തീഷ്ണതയുള്ളവർ. ഇങ്ങനെ പലതരത്തിലുള്ളതായ ആളുകൾ കൂടിയതാണ് യെരൂശലേം ദേവാലയത്തിലെ പള്ളിപ്രമാണിമാർ. അവരിൽ ഒരു പരീശ പ്രമാണിയായിരുന്നു യായിറോസിൻ്റെ വീട്ടിൽ നല്ല ഐശ്വര്യമുണ്ട്. വേറെ കേടും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ 12 കൊല്ലമായി ആ വീട്ടിൽ ചിരിയാണ്. ആ വീട്ടിൽ സന്തോഷമാണ്. എന്നും സമാധാനമാണ്. കാരണം ഒരു ഓമന കുഞ്ഞ് പിറന്നു. ഈ കഴിഞ്ഞ 12 കൊല്ലം ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും കണ്ട് ആ അമ്മയും അപ്പനും സന്തോഷിച്ച് കഴിയുകയാണ്. അവരുടേതായ നമസ്കാരമുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ ആചാരങ്ങളുണ്ട്, അവരുടെ അനുഷ്ഠാനങ്ങളുണ്ട്, അവരുടെ ജീവിത രീതികളെല്ലാം ഉണ്ട്, സമ്പ്രദായങ്ങളെല്ലാം ഉണ്ട്. കുടുംബത്തിൽ വലിയ സന്തോഷം. പക്ഷേ ആ കാലത്താണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് വീട്ടിൽ. അങ്ങനെയാണല്ലോ, എല്ലാം ശുഭമായി സുഖമായിരിക്കുമ്പോഴാണല്ലോ ചിലപ്പോൾ പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. എല്ലാം ശരിയായെന്ന് വിചാരിച്ചിരിക്കും, അപ്പോഴാണ് പെട്ടെന്നൊരു പ്രതിസന്ധി വരുന്നത്. എന്താ ഉണ്ടായത്? ഈ യായിറോസിൻ്റെ മകൾ 12 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് രോഗം പിടിച്ചു. സാരമില്ലെന്നാണ് ഓർത്തത്. ചികിത്സിച്ചു. പക്ഷേ ചികിത്സയൊന്നും ഫലിക്കുന്നില്ല. ഒരു ചികിത്സയും ഫലിക്കുന്നില്ല. എന്തു ചെയ്യും? രോഗം മൂർച്ഛിച്ചു വരുന്നു, രോഗം കൂടിക്കൂടി വരുന്നു. വിഷമിച്ചു. ഏതാണ്ട് കുട്ടി മരിക്കുമെന്ന് തോന്നുന്നല്ലോ. അപ്പോഴൊരാൾ പറഞ്ഞു, അവരിൽ തന്നെ ഒരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ യേശു ഒന്ന് പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം കിട്ടും. ഇതാണ്ട് കവർന്നുമുമ്പിൽ കുഷ്ഠരോഗി സൗഖ്യമായത് കേട്ടില്ലേ?
ബേസായതിൽ 5 പൗണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് കേട്ടില്ലേ? ബേസായതിൽ ഒരു കണ്ണുകുരുടന് കാഴ്ച കൊടുത്തത് കേട്ടില്ലേ? അവിടെ യെരൂശലേമിലെ ഈ ശീലോഹാങ്കുളത്തിൽ പോയി ഒരു കണ്ണുകുരുടന് കാഴ്ച കിട്ടിയത് കേട്ടില്ലേ? എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു. നമുക്ക് ആ യേശുവിനെ വിളിച്ചാലോ? അപ്പോൾ ചിലർ പറഞ്ഞു, വേണ്ട വേണ്ട, യേശുവിനെ വിളിക്കണ്ട. യേശു നമ്മുടെ സമൂഹത്തിനെതിരാണ്, പള്ളിക്കെതിരാണ്, നമ്മുടെ യെരൂശലേം ദേവാലയത്തിനെതിരാണ്. അങ്ങനെ തൊടിക്കണ്ട, അങ്ങോട്ട് വിളിക്കണ്ട. വേണ്ട വേണ്ട വേണ്ട, ആ കാര്യം മാത്രം വേണ്ട. പക്ഷേ യായിറോസിൻ്റെ ഉള്ളിൽ വെപ്രാളം, മോള് മരിക്കാറായി കിടക്കുന്നു. ഇപ്പോൾ പള്ളി പ്രമാണിയാണെന്നോ യേശു ദേവാലയത്തിനെതിരാണെന്നോ മഹാപുരുഷന്മാർക്കെതിരാണെന്നോ ചിന്തിക്കാൻ നേരമില്ല. അതൊന്നല്ല വിഷയം. ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യമാണ് വിഷയം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് വിഷയം. കുഞ്ഞ് മരണത്തോട് മല്ലെടുത്ത് കിടക്കുന്നു. യായിറോസ് ആരുടെ അഭിപ്രായം ചോദിച്ചില്ല, നേരെ ഇറങ്ങി. യായിറോസ് പോകുന്ന വഴിക്ക് യായിറോസ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് പോവുകയാണ്. ദ്രുതഗതിയിലാണ് നടക്കുന്നത്. അപ്പോഴാണ് യേശു എതിരെ വരുന്നത്. യേശുവുണ്ട്, യേശുവിന് ശിഷ്യന്മാരുണ്ട്. തന്നെയല്ല, ഒരു വലിയ കൂട്ടം ജനം യേശുവിൻ്റെ കൂടെയുണ്ട്. യായിറോസ് ചെന്ന് നടു റോഡിൽ മുട്ടുകുത്തി. യേശു മുമ്പിൽ നടു റോഡിൽ മുട്ടുകുത്തി പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നമായി കിടക്കുന്നു, ഒന്ന് വരണം, ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തണം. ആ വാക്ക് കേട്ടാൽ തന്നെ ഉള്ളലിഞ്ഞു പോകും. എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നമായി കിടക്കുന്നു, യേശുവേ ഒന്ന് വരണം. യേശു അവരെ നോക്കി. യേശുവിൻ്റെ ഉള്ളലിഞ്ഞു. കാരണം ഭയന്ന് വെപ്രാളപ്പെട്ട ഒരാൾ നിൽക്കുകയാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ട്, മരണഭീതിയോടെ, കുഞ്ഞിൻ്റെ മരണം നേരിട്ട് കാണേണ്ടി വരുമോ എന്നുള്ള ഭയപ്പാടോടെ, ആശങ്കയോടെ മനസ്സ് ഉഷ്ണിച്ച ഒരാൾ നിൽക്കുന്നു. ആ അപ്പൻ്റെ ഹൃദയം യേശുവിന് വായിക്കാം. അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വേദന യേശുവിന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. കൂടെ ഞാനൊന്ന് പറയാതെ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ ഉള്ളിൻ്റെ വേദന കാണാൻ യേശുവിന് മനസ്സിലുണ്ട്. നിങ്ങൾ മറക്കരുത്. നിങ്ങൾ വേദനിക്കുന്നവനാണോ? നിനക്ക് നിൻ്റെ വേദന കാണാൻ യേശുവിന് മനസ്സുണ്ട്. കഫർനഹൂമിലെ കുഷ്ഠരോഗി യേശു വരുന്നു കണ്ടപ്പോൾ യേശു കൊണ്ട് പറഞ്ഞു, ഉറക്കെ ദൂരെ നിന്നുകൊണ്ട് പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശു നടന്നു ചെല്ലുകയാണ്. പുറകോട്ട് മാറി. അവൻ പുറകോട്ട് വരികയാണ്. കാരണം ആരുടെയും മുമ്പിൽ നിൽക്കാൻ യോഗ്യനല്ല, അശുദ്ധനല്ലേ, കുഷ്ഠരോഗിയല്ലേ. അവൻ പുറകോട്ട് നടക്കുന്നു. യേശു വേഗം നടന്നു. അവൻ പറഞ്ഞത് എന്താണ്? അത് യേശുവിൻ്റെ ഉള്ളിലുണ്ട്. യേശുവേ ദാവീദ് പുത്ര, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശു വേഗം നടന്ന് അവൻ്റെ മേൽ കൈവച്ചു. കുഷ്ഠരോഗിയുടെ മേൽ പരിശുദ്ധനായ യഹൂദ റബ്ബി കൈവച്ചു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. സ്തോത്രം. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. എൻ്റെ സ്നേഹിതരെ, മനസ്സലിവുള്ള ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. അവൻ നിങ്ങളെ കാണുന്നുണ്ട്. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കരം നീട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നം എത്ര ഗുരുതരമാണെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം തരാൻ യേശു നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. യേശു നിങ്ങൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു അന്ന് കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. ഇപ്പോൾ ആ യേശു യായിറോസിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ഉള്ളു മുഴുവൻ യേശു വായിച്ചു. ഹൃദയത്തിൻ്റെ വേദന യേശു കണ്ടു. ഉള്ളു പിടയുന്നത് യേശു കണ്ടു. മോളെക്കുറിച്ചുള്ള വേദന അവൻ്റെ ഹൃദയത്തെ ഇങ്ങ് വിങ്ങുന്നത് യേശു കണ്ടു. മോൾ മരിക്കാൻ കിടക്കുന്നല്ലോ എന്നുള്ളവൻ്റെ വെപ്രാളം യേശു കണ്ടു. യേശു അവൻ്റെ കൂടെ നടന്നു. നമുക്ക് ഭാഗവതം വായിക്കാം. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. യായിറോസ് പേരുള്ള ഒരുത്തൻ വന്നു, അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. യേശു കൂടെ പോയി. ശിഷ്യന്മാർ കൂടെയുണ്ട്. യേശുവിൻ്റെ കൂടെ ഒരു വലിയ പുരുഷാരവും കൂടെയുണ്ട്. അതൊരു സന്തോഷമുള്ള യാത്രയാണ്. യേശുവും ശിഷ്യന്മാരും പോകുമ്പോൾ കൂടെ ആ പുരുഷാരം പോകുന്നത്. ആ പുരുഷാരത്തിൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? നാം ചിന്തിക്കണം, ഞാനും ആ കൂടെ ചേരുകയാണ്. ഞാനും യേശുവിൻ്റെ കൂടെയുള്ള യാത്രയിൽ ഞാനും ചേരുകയാണ്. എന്തിന്? യേശുവിനെ സ്തുതിക്കാൻ. യേശു ചിലരുടെ ജീവിതത്തിൽ ആശ്വാസം പകരുന്നത് കണ്ട് യേശുവിനെ വാഴ്ത്താൻ, ചിലരുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്കുന്നത് കണ്ട് യേശുവിനെ സ്തുതിക്കാൻ. പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യാനുഭവമാണ്.
യേശുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്, ആ പ്രിയപ്പെട്ടവരുടെ കൂടെ സഞ്ചരിക്കുന്നത് അതൊരു ഭാഗ്യമാണ്. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്, അതാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ അങ്ങനെ ഫെലോഷിപ്പാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. വേറെ നമുക്ക് സഭാഭേദമില്ലല്ലോ, നമുക്ക് കക്ഷി വ്യത്യാസമില്ലല്ലോ, നമുക്ക് സമുദായ വ്യത്യാസമില്ലല്ലോ, നമുക്ക് എന്തിന് പ്രിയപ്പെട്ടവരെ നമുക്ക് തരഭേദങ്ങളൊന്നുമില്ലല്ലോ. വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമുണ്ടോ? പണമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഭേദമുണ്ടോ? അഭ്യസ്തവിദ്യനെന്നോ നിരക്ഷരകുക്ഷിയെന്നോ ഭേദമുണ്ടോ? ഭാഗ്യം, നാം ക്രിസ്തുവിൽ ഒറ്റ മനസ്സോടെ ഒറ്റ ഹൃദയത്തോടെ നാം ചേർന്നിരിക്കുന്നു. നാം ഒരപ്പൻ്റെ മക്കളായി നാം ചേർന്നിരിക്കുന്നു. നാം എല്ലാവരും കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യകരമായ അനുഭവം! ആ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് വലുതാണ്. അവരെല്ലാവരും ചേർന്ന് നടക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ്, അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇതാ ഒരു സംഭവം വായിക്കാം. 35-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നൊരാൾ ഓടി വരിക. നേരെ എതിരെ ഒരാൾ വരുന്നു. യേശുവിൻ്റെ കൂടെ പള്ളിപ്രമാണിയായ യായിറോസ് കൂടെ നടക്കുന്നുണ്ട്, ജനവും നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരാൾ വീട്ടിൽ നിന്ന് വരുന്നു. വന്ന് യായിറോസിനോട് പറയുകയാണ്, വലിയ ശബ്ദത്തിലല്ല, ഒരു ചെറിയ ശബ്ദത്തിൽ പറയുകയാണ്, ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ഇനി യേശു വന്നിട്ട് ആവശ്യമില്ല, ഇനി വന്നിട്ട് കാര്യമില്ല, എന്തിനാ യേശുവിനെ വിളിച്ചുകൊണ്ട് വരണം? മോള് മരിച്ചുപോയി. ആ അപ്പൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കും ഇപ്പോൾ? ആ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വെപ്രാളൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പൻ ഒരുപക്ഷെ ബോധം കെട്ട് വീഴാമായിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ സ്തംഭിച്ച് നിന്നു പോകുമായിരുന്നില്ലേ? അപ്പം രക്ഷ മിണ്ടാൻ വയ്യാതെ നിന്ന് കാണില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ മിണ്ടാൻ വയ്യാതെ സ്തംഭിച്ച് നിൽക്കുന്ന ആ യായിറോസ് നാം വായിക്കുന്നത് അങ്ങനെയാണ്. അവനോട് യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ ഭയപ്പാടോടെ നിൽക്കുകയാണ്. ഇനി എന്താ, ഇനി പോകാൻ വഴിയൊന്നുമില്ല, യേശു വന്നിട്ടും കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കാണുമോ? എനിക്കറിയാൻ പാടില്ല, ചെയ്യോ കൊച്ചു മരിച്ചുപോയി, അയ്യോ മരണനേരത്ത് പോലും അവസാനം കാണാൻ പറ്റിയില്ലല്ലോ. യേശുവിനെ വിളിക്കാൻ വന്നുകൊണ്ട് അവസാനം മരണനേരത്ത് പോലും കൂടെ നിൽക്കാൻ പറ്റിയില്ല. യേശുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടത്, അയ്യോ മണ്ടത്തിലായിപ്പോയോ? അവനെ ഉള്ളിൽ കൂടി എന്തെല്ലാം ചിന്തകളാണ് പാഞ്ഞു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആ യേശു പറയുന്നു, ആ നീറിപ്പുകയുന്ന ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മരണത്തെ കണ്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിർജീവതയെ കണ്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിർജീവമായിപ്പോയി എന്നോർത്ത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആശയറ്റുപോയി എന്നോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രതീക്ഷകൾ നശിച്ചു എന്നോർത്ത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാ വഴിയും അടഞ്ഞു എന്നോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നാളെയെക്കുറിച്ചുള്ള മോഹന പ്രതീക്ഷകളെല്ലാം കരിഞ്ഞുണങ്ങി നിങ്ങളോർത്ത് വ്യാകുലപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. പാവം ഇത്ര നേരവും ദ്രുതഗതിയിൽ യേശുവിന് മുമ്പേ നടന്നവനുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ ഒപ്പം എത്താനാകാതെ ഇങ്ങനെ പ്രാഞ്ചി പാവം വേച്ച് യായിറോസ് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പള്ളിപ്രമാണി ആയാലെന്താണ്? എത്ര ഉന്നത സ്ഥാനത്തുള്ളിരിക്കുന്ന ആളായാലെന്താണ്? മരണത്തിൻ്റെ ഭീകര മുഖത്ത് വരുമ്പോൾ എല്ലാവരും തളരുകയല്ലേ? മരണമെന്നൊരു യാഥാർത്ഥ്യത്തെ നേരിടുമ്പോൾ എല്ലാവരും അമ്പരപ്പിലാവുകയല്ലേ? അല്ലേ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കൂ. മരണമെന്നൊരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ വരുമ്പോൾ നാം എല്ലാം നഷ്ടപ്പെട്ടവരായി, നാം ശൂന്യരായി, നാം നിസ്സഹായരായി, നാം പ്രലപിക്കുകയല്ലേ? അതല്ലേ നമ്മുടെ നിസ്സഹായ അവസ്ഥ? ആർക്ക് നിൽക്കാൻ പറ്റും? ആർക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും? പരിഭ്രാന്തിയില്ലാതെ നിൽക്കാൻ പറ്റും? ആർക്ക് സാധിക്കും? ദൈവത്തിന് സ്തോത്രം. യേശു ഉള്ളിലുള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് മരണഭീതിയില്ല. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ രോഗത്തെക്കുറിച്ചുള്ള അവലാതിയില്ല. യേശു ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് അവന് എപ്രാളമില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ യാതൊരു അപകടത്തെക്കുറിച്ചും ആപച്ചങ്കയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം അത്യുന്നതൻ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് യായിറോസിന് ഉറപ്പ് കിട്ടിയില്ല. യായിറോസ് പാവം, യായിറോസ് വിഷമിച്ച് നടക്കുകയാണ്. വീട്ടിലെത്തി. തുടർന്ന് വായിക്കാം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു അകത്തു കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ വലിയ കരച്ചിലാണ്. അവിടെ കരയാൻ പ്രൊഫഷണലായിട്ടുള്ള കരച്ചിലേർ വന്നിട്ടുണ്ട്.
ആരെങ്കിലും മരിച്ചാൽ കരയാൻ വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, കരച്ചിലുകാർ. അവർ കരയാനുള്ള സംഘമാണ്. കല്യാണത്തിനാണെങ്കിൽ പാട്ട് പാടുന്ന സന്തോഷിക്കാനൊരു സംഘമുണ്ട്, പാട്ട് സംഘം. കല്യാണത്തിന് സന്തോഷിക്കാൻ പാട്ട് പാടാൻ അവർക്കുള്ളിൽ സന്തോഷം ഉണ്ടായിട്ടല്ല, അവരഭിനയിക്കുകയാണ്, അത് അവരുടെ തൊഴിലാണ്. അതുപോലെ മരിച്ചയാളെക്കുറിച്ച് ദുഃഖം ഉണ്ടായിട്ടല്ല, അവരുടെ തൊഴിലാണ് കരയാനുള്ള കൂട്ടർ. ഈ കൂട്ടർ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എണ്ണിപ്പറക്കി കരയുകയാണ്, ഓരോന്നിങ്ങനെ പറഞ്ഞ് കരയുന്നു. സത്യമായും വേദനയോടെ കരയുന്നവരുണ്ട്. യൈറോസിൻ്റെ ഭാര്യ, ഈ കുഞ്ഞിൻ്റെ അമ്മ കരയുന്നുണ്ട്, പ്രിയപ്പെട്ടവർ കരയുന്നുണ്ട്. ആകെ കരച്ചിലൊരു അന്തരീക്ഷം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ വീട് കരച്ചിലിൻ്റെ വീടാണോ? ഭർത്താവ് മരിച്ചുപോയി എന്നുള്ളതുകൊണ്ട് ഏകാകിത്വത്തിൽ കരയുന്നവർ, ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കരയുന്നവർ, എൻ്റെ ഭർത്താവ് ജീവനോടുണ്ടായിരുന്നെങ്കിൽ അയ്യോ അദ്ദേഹം അക്കാര്യം സുധീരം നേരിട്ടേനെയല്ലോ എന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നോർത്ത് കരയുന്നവർ, ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്കൊരു താങ്ങില്ലല്ലോ, എനിക്ക് തുണയില്ലല്ലോ എന്നോർത്ത് കരയുന്നവർ. ദൈവത്തിന് സ്തോത്രം. അപ്പനും ഇല്ല, അമ്മയും ഇല്ല. ഒരു കുഞ്ഞെഴുതിയ ഒരു പ്രാർത്ഥനയ്ക്കുള്ളൊരു വിഷയം എനിക്ക് എഴുതി തന്നു. ആ കുഞ്ഞ് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ആ കുട്ടി എഴുതിയിരിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അപ്പനും ഇല്ല, അമ്മയും ഇല്ല. ഫോൺ നമ്പറുണ്ട്, ഞാൻ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ തിരിച്ച് വിളിച്ചു നോക്കി, പക്ഷേ അവിടെ ഫോൺ എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പനും ഇല്ല, അമ്മയും ഇല്ല. പാവം ഒരു പെങ്കൊച്ച്. അവൾക്ക് ഒരു ബ്രദർ കൂടിയുണ്ട്, ഒരു സഹോദരൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. കൊച്ചുകുട്ടിയാണെന്ന് തോന്നുന്നു. അവൾ പറഞ്ഞ എഴുതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സഹോദരങ്ങളെ, വിഷമിക്കുന്നവരേറെയുണ്ട്. അപ്പനും ഇല്ല, അമ്മയും ഇല്ല. എത്ര ദയനീയമാണ് ആ കുഞ്ഞിൻ്റെ കാര്യം. ആ കുഞ്ഞിൻ്റെ ഭാവി എന്താണ്? ആ കുഞ്ഞിനെ ആര് നോക്കും? ദൈവത്തിന് സ്തോത്രം. നോക്കും, എനിക്കറിയാം ആര് നോക്കുമെന്ന്. ഏൽപ്പിച്ചു കൊടുത്താൽ നോക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി, അവൻ പിടിച്ചുകൊള്ളും, അവൻ നോക്കിക്കൊള്ളും. അത്യുന്നതനായ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവൻ നോക്കിക്കൊള്ളും. മോനെ, നീ അനാഥനല്ല, നീ അഗതിയല്ല. ദൈവത്തിന് സ്തോത്രം. ഷാൻറ്റി പാടാറുണ്ടല്ലോ, അനാഥയല്ല ഞാൻ, അശരണയല്ല. ദൈവത്തിന് സ്തോത്രം. അനാഥയല്ല ഞാൻ, അശരണയല്ല, ശരണമില്ലാത്തവളല്ല എന്ന്. എനിക്ക് ശരണമുണ്ട്, എനിക്ക് നാഥനുണ്ട്, അതൊരു ശക്തിയാണ്. ഞാൻ അനാഥയല്ല, ഞാൻ അശരണയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അനാഥരല്ല. യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അശരണരല്ല. നിങ്ങളെ താങ്ങാൻ യേശുവുണ്ട്, നിങ്ങളെ സഹായിക്കാൻ യേശുവുണ്ട്, നിങ്ങൾക്ക് തുണയായി യേശുവുണ്ട്. യേശു നിങ്ങളുടെ കാര്യം നടത്തി തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പൈസയില്ലേ, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ പഠിപ്പില്ലേ, നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ വായിച്ചു, എബ്രഹാം ലിങ്കൺ അദ്ദേഹം ഒരു ചെറിയ മരം വെട്ടുകാരനായിരുന്നു. കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് മരം വെട്ടാൻ പോകും. കെൻറ്റുക്കി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ അമേരിക്കയിലെ ആ ഗ്രാമപ്രദേശത്ത് വനത്തിൽ ചെന്ന് മരം വിറക് വെട്ടിക്കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ ജീവിച്ചയാളാണ്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിക്കാൻ വീട്ടിൽ വിളക്കില്ല, എണ്ണയില്ല, വിളക്ക് കത്തിക്കാൻ മാർഗമില്ല. അതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചു രാത്രി, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ. ദൈവത്തിന് സ്തോത്രം. എബ്രഹാം ലിങ്കൺ വളർന്നു, അത്യുത്സാഹത്തോടെ വളർന്നു. ആരോരും തുണയില്ല എന്നതുപോലെ ജീവിച്ചെങ്കിലും, വെറും വിറക് വീട്ടുകാരനെ പോലെ വിറക് ചുമന്ന് ജീവിച്ചെങ്കിലും എബ്രഹാം ലിങ്കൺ പിൽക്കാലത്ത് ശ്രേഷ്ഠനായ ഭരണാധികാരിയായി മാറി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ ഒറ്റപ്പെട്ടു പോയെങ്കിലും, നിൻ്റെ പ്രിയപ്പെട്ടവർ നിന്നെ വിട്ടു പോയെങ്കിലും, ആരും നിനക്ക് തുണയില്ല എന്ന് നീ വിഷമിക്കുന്നെങ്കിലും, നിനക്ക് തുണയായ ഒരുവനുണ്ട്. അവനെ നീ വിളിക്കൂ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു യേശു. ദൈവത്തിന് സ്തോത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു രക്ഷയും നമുക്കുണ്ട്. അവനെ ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കൂ. കർത്താവേ, എൻ്റെ സഹായത്തിന് വരണമേ. യേശു വന്നു. യേശു പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവർക്ക് അല്പം പുച്ഛം തോന്നി, പരിഹാസം തോന്നി. യേശുവിന് ഒന്നും അറിയാൻ പാടില്ലെന്ന് അവർക്ക് തോന്നി. കുട്ടി മരിച്ചു കിടക്കുന്നത് കാണുന്നില്ലേ, മരിച്ചു കിടക്കുകയല്ലേ, പിന്നെ കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്താണ്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് യേശു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവർ പരിഹസിക്കുന്നതോ അവർ യേശുവിനെ പുച്ഛിക്കുന്നതോ ഒന്നും യേശു ശ്രദ്ധിച്ചില്ല. യേശു അപ്പനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കടന്നു. തൻ്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം അകത്തേക്ക് കടത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ മുറിക്കകത്ത് യേശുവും തൻ്റെ പ്രിയ ശിഷ്യന്മാരും 3 പേരും, ആ കുട്ടിയുടെ അപ്പനും അമ്മയും മാത്രം. ബാക്കിയുള്ളവരെല്ലാവരും അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. അകത്ത് എന്താണ് നടക്കുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വായിക്കുന്നതാണ്, നമുക്ക് വായിക്കാം. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ഡെഡ് ബോഡിയുടെ കയ്യിൽ പിടിച്ചു. കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലയെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നുവെന്ന അർത്ഥത്തോടെ തലീത്ത കൂമിയെന്ന് അവളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ബാലയെ എഴുന്നേൽക്ക, കൈക്ക് പിടിച്ചു. സൃഷ്ടാവ് സൃഷ്ടിയുടെ കയ്യിൽ പിടിച്ചു. ജീവൻ്റെ ദാതാവ്
മരണത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ ഉടയവൻ മരണത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. മരണം വഴിമാറി, മരണം വിട്ടുപോയി, മരണം തോൽവിയടഞ്ഞു. ജീവദാതാവ്, ജീവനായകൻ മരണത്തിൻ്റെ കയ്യിൽ പിടിച്ചു. മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ ഡെഡ് ബോഡിയുടെ കയ്യിൽ പിടിച്ചു. ബാലേ എഴുന്നേൽക്കായി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവേ, എൻ്റെ പാപം മൂലം ഞാൻ ആത്മാവിൽ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയണം, കർത്താവേ, എൻ്റെ പാപം മൂലം എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. നീ എൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു കൊള്ളണമേ, എനിക്ക് ജീവൻ തരണമേ. ആത്മാവിൽ മരിച്ചവളായി ഞാൻ വന്നിരിക്കുന്നു. പാപത്തിന് ശമ്പളമായ മരണം വാഴുന്നവളായി ഞാൻ വന്നിരിക്കുന്നു. പാപത്തിന് ശമ്പളമായ മരണം വാഴുന്നവനായി ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പാപം വാഴുന്നു. എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ തിന്മയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ പകയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വിദ്വേഷമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സ്വൈരമില്ല. എനിക്ക് എപ്പോഴും കോപം വരുന്ന പ്രകൃതിയാണ്. കോപം വരുന്നു എപ്പോഴും. എൻ്റെ കർത്താവേ, ഈർഷ്യയും മുഷിച്ചിലും വരുന്നു. എനിക്ക് ഇഷ്ടക്കുറവുകൾ വരുന്നു. കർത്താവേ, എനിക്ക് പലപ്പോഴും പരിഭവവും ചിലപ്പോഴെല്ലാം പരാതിയും വരുന്നു. കുടുംബത്തിൽ ഐക്യമില്ല, കുടുംബത്തിൽ സ്നേഹമില്ല. എൻ്റെ കർത്താവേ, ചില ദുശ്ശീലങ്ങൾ എന്നെ വേട്ടയാടുന്നു. ഇന്നും ഞാൻ മദ്യപാനത്തിന് അടിമയാണ്. കർത്താവ്, നിങ്ങൾ പറയൂ, കർത്താവേ, നിങ്ങൾ ആരെല്ലാം അങ്ങനെ അടിമയായിരിക്കുന്നു ആരാണ് പറയേണ്ടത്? ഇന്നും കഞ്ചാവിൻ്റെ അടിമയാണ്. ഇന്നും ചില സ്ത്രീകളുടെ അടിമയാണ്. അഴുക്ക് ബന്ധങ്ങളുടെ അടിമയാണ്. അരുതാത്ത ബന്ധങ്ങളുടെ അടിമയാണ്. എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു. ഇന്നും അശുദ്ധമായ ചില ബന്ധങ്ങൾപ്പെട്ട് ഞാൻ ഞെരിയുകയാണ്. ചില ദുഷ്ടമനുഷ്യരുടെ പിടിയിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ചില ദുഷ്ടമനുഷ്യരെ വേട്ടയാടി പിടിച്ചിരിക്കുകയാണ്. കർത്താവേ, എന്ന് ഞാൻ ചിലതിൻ്റെ അടിമയാണ്. ദുശ്ശീലങ്ങളുടെ അടിമയാണ്. ദുസ്വഭാവങ്ങളുടെ അടിമയാണ്. ചീട്ടുകളി സംഘങ്ങളുടെ അടിമയാണ്. കരുണയുള്ള കർത്താവേ, എൻ്റെ ദൈവമേ, കുതിരപ്പന്തയവും കൊള്ളരുതായ്മയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവേ, ഗാംബ്ലിംഗ് ഇന്ന് എന്നെ വലയം ചെയ്തിരിക്കുകയാണ്. പലതരത്തിലുള്ളതായി തിന്മകളിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാഥ, നീ എനിക്ക് മോചനം തരണമേ. ആത്മാവിൽ മരിച്ചിരിക്കുന്നു. ആത്മാവിൽ മരിച്ച മനുഷ്യന് ജീവൻ തരാൻ യേശുക്രിസ്തു വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവൻ വെടിഞ്ഞത് നമുക്ക് ജീവൻ തരാനാണ്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യജീവൻ കുരിശിന്മേൽ വെച്ചിരിക്കുന്നു. കുരിശിൽ അർപ്പിച്ചിരിക്കുന്ന ആ ദിവ്യജീവൻ നിങ്ങളിപ്പോൾ സ്വീകരിക്കുമോ? കർത്താവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ രക്തത്താൽ എനിക്ക് ജീവൻ തരണമേ. നിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണമേ. നിങ്ങളിപ്പോൾ പറയുമോ? ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? യേശു കൈകളിലേക്ക് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവേ, എന്നെ കഴുകണമേ. യേശുവേ, രക്തത്താൽ എന്നെ മുദ്രയിടണമേ. യേശുവേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. യേശുവേ, സ്വർഗ്ഗരാജ്യത്തിൻ്റെ പൗരത്വം എനിക്ക് തരണമേ. എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ. നാളെ ദൂരം പോയ സകല പാപങ്ങളെ ക്ഷമിച്ച് ആത്മാവിലേക്ക് ജീവൻ തരണമേ. ജീവൻ നായകനൊന്ന് കയറി പിടിച്ചു, കൈകളിൽ കയറി പിടിച്ചു. യേശു ബാലയുടെ കയ്യിൽ പിടിച്ചു. ബാലേ, എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. തലീഥ കൂമി എന്ന് പറഞ്ഞു. ബാലേ, എഴുന്നേൽക്ക. ദൈവത്തിന് സ്തോത്രം. കുട്ടി എഴുന്നേറ്റു. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. 12 വയസ്സായിരുന്നു കുട്ടി. അവൾ ജീവിച്ചു. അവൾ എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൾ എഴുന്നേറ്റ് നടന്നു. നമുക്കിനി എഴുന്നേറ്റ് നടക്കണം. വേണ്ടേ? ഇനി മയം കിടക്കാൻ നേരമില്ല. ഇനി ഉറങ്ങിക്കിടക്കാൻ നേരമില്ല. ക്ഷീണിച്ചിരിക്കാൻ നേരമില്ല. നമുക്ക് ഓടാനുണ്ട്. വയലുകളേറെ താണ്ടാനുണ്ട്. ലോകത്തേറെ സഞ്ചരിക്കാനുണ്ട്. ദൂരയാത്ര ചെയ്യാനുണ്ട്. നമുക്ക് ഏറെ വയലുകൾ കീഴടക്കാനുണ്ട്. ഏറെ കാര്യങ്ങൾ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ ആ ഉള്ള കാലം യേശുവിന് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. മോളെ, നിൻ്റെ ഭാവി യേശുവിന് കൊടുക്കുക. മോനെ, നിൻ്റെ ജീവിതം യേശുവിന് കൊടുക്കുക. അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഭദ്രമാണ്. അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ശ്രേഷ്ഠമാണ്. അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഐശ്വര്യമാണ്. യേശുവിൻ്റെ കൈകളിലേക്ക് നിൻ്റെ ജീവൻ കൊടുത്താൽ നീ ഭാഗ്യവാനാണ്. നീ ഭാഗ്യവതിയാണ്. ഇന്നിപ്പോൾ തന്നെ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ. യേശു വന്ന് നിൻ്റെ കയ്യിൽ പിടിക്കട്ടെ. ഹല്ലേലൂയ. യേശു വന്ന് നിൻ്റെ കരത്തിൽ പിടിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിനെ തൊടട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ മരണബന്ധനം അഴിക്കട്ടെ. ഹല്ലേലൂയ. മരണത്തിൻ്റെ ഭയപ്പാട് മാറ്റട്ടെ. ഹല്ലേലൂയ. മരണത്തിൻ്റെ ബന്ധനം കഴിച്ച് നിനക്ക് സൗഖ്യം തരട്ടെ. ദൈവത്തിന് സ്തോത്രം. പാപത്തോട് യാത്ര പറയുന്നവർ ഇപ്പോൾ തന്നെ കരങ്ങൾ ഉയർത്തുവീൻ. ദൈവത്തിന് സ്തോത്രം. പാപജീവിതത്തോട് യാത്ര പറയുന്നവർ തങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തുവീൻ. കർത്താവേ, എൻ്റെ കരുത്തിൽ കയറി പിടിക്കണമേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യായിറോസിൻ്റെ മകളുടെ കരുത്തിൽ പിടിച്ച യേശുവേ, എൻ്റെ കരുത്തിൽ പിടിക്കണമേ. ഭയപ്പാട് മാറ്റണമേ. കുടുംബത്തിൽ ഐശ്വര്യം തരണമേ. കുടുംബത്തിൻ്റെ കരച്ചിൽ മാറ്റണമേ. ആ കുടുംബത്തിൽ ഐശ്വര്യം കൊടുത്തതുപോലെ എൻ്റെ കുടുംബത്തിലേക്ക് ഐശ്വര്യം എരച്ചു വരണമേ. എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ. നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടെ നീ പ്രിയമക്കളുടെ കരത്തിൽ പിടിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതിൻ്റെ രണ്ടാമത്തെ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.